കന്നഡക ഒത്തില്ലാത്തവർക്ക് തൊഴിലില്ലാതെ ആകുമെന്നാണ് കർണാടകത്തിൽ നിന്ന് വരുന്ന പുതിയ സംഭവ വികാസങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പ്രാദേശികവാദം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാടിന്റെ ശക്തമായ ഭാഷാപരവും സാംസ്കാരികപരവുമായ സത്വം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രാദേശികവാദവും, പഞ്ചാബിന്റെ സിഖ് മതത്തിന്റെ സ്വാധീനമുള്ള ചരിത്രപരവും മതപരവുമായ വ്യക്തിത്വം അടിസ്ഥാനമാക്കിയുള്ള പ്രാദേശികവാദവും, പശ്ചിമ ബംഗാളിന്റെ സാംസ്കാരിക അഭിമാനവും ചരിത്രപരമായ സത്വവും, പ്രത്യേകിച്ച് ബംഗാളി ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രാദേശികവാദവും, സൺ ഓഫ് സോയിൽ വാദം അതായത് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തിയിരുന്ന മഹാരാഷ്ട്രയുടെ സാമ്പത്തിക ഘടകങ്ങളും മറാത്തി സംസ്കാരവും ഭാഷയും ഒക്കെയായി ബന്ധപ്പെട്ട അഭിമാനത്തിലൂന്നിയ പ്രാദേശികവാദവും, 2014 പ്രാദേശിക സത്വവും സാമ്പത്തിക ആവലാതികളും പ്രതിഫലിപ്പിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് ശേഷം തെലങ്കാന രൂപീകരിച്ചതും ഇതെല്ലാം ഇന്ത്യയുടെ പ്രാദേശികവാദ ഉദാഹരണങ്ങളാണല്ലോ. ഇപ്പോൾ കർണാടകയുടെ പുതിയ സംവരണ ബില്ല് കൂടി പ്രാദേശികവാദത്തിൽ അടിസ്ഥാനമാക്കി പുതിയ കൊടുങ്കാറ്റുകളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ നിറച്ച് കർണാടകക്കാർ, നീലിമയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, അമ്മ കർണാടകക്കാരി, നീലിമയുടെ അച്ഛൻ കർണാടകക്കാരൻ എന്ന് പറയും പോലെയാണ് കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലികളിൽ 70% വരെ കന്നഡികർക്ക് മാത്രം സംവരണം ചെയ്യുവാനുള്ള ബില്ലിന് കോൺഗ്രസ് സർക്കാരിന്റെ അനുമതിയും കിട്ടിയിരിക്കുന്നത്. 100% വരെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഹൈടെക് സിറ്റിയായ ബാംഗ്ലൂരിൽ പണിയെടുക്കാനും നാട്ടുകാരുടെ വേണ്ടാത്ത ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ലക്ഷക്കണക്കിന് മലയാളികളും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെയെല്ലാം ഉള്ളത്. ഇവരെയെല്ലാം ആശങ്കയിലാക്കുന്നതാണ് ഈ പുതിയ ബില്ല്. IT കമ്പനികളിലും വ്യാവസായിക ശാലകളിലും ഫാക്ടറികളിലുമൊക്കെ മാനേജ്മെന്റ് തസ്തികകളിലേക്ക് 50%, ഇതര തസ്തികകളിലേക്ക് 70% കർണാടകത്തിൽ ജനിച്ചു വളർന്ന കന്നഡ ഭാഷ അറിയാവുന്ന പ്രാദേശികർക്ക് മാത്രമായി സംവരണം ചെയ്യാനാണ് തീരുമാനം. ഇതിനായുള്ള ബില്ലിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു. സംഘപരിവാർ പിന്തുണയുള്ള തീവ്ര കന്നഡ പ്രാദേശിക സംഘടനകളുടെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു ഈ സംവരണം. ഇതിനാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇത്തരത്തിലൊരു പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. വലിയ വൈവിധ്യം ആവശ്യമില്ലാത്ത CD കാറ്റഗറി ജോലികളിൽ 100% കർണാടകക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയെന്ന് ആണ് സിദ്ധരാമയ്യ ആദ്യം കുറിച്ചത്. എങ്കിൽ വിവാദമായതോടെ ഇത് മുക്കിയിരുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ബില്ലിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കർണാടകയിലെ മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഗ്രൂപ്പ് CD വിഭാഗങ്ങളിലെ ജോലികളിൽ കന്നഡക്കാർക്ക് 75 വരെ സംവരണം നടത്താനുള്ള ഈ വിവാദ ഉത്തരവ് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം സൂചന നൽകിയിരിക്കുന്നത്. വിവാദം ആയതുകൊണ്ടും ഇതിലെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല, ചില ആശയക്കുഴപ്പങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ബില്ല് തങ്ങൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. വിഷയം ഇനി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വീണ്ടും ചർച്ച ചെയ്യുമെന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനോട് സിദ്ധരാമയ്യ പറഞ്ഞിട്ടുള്ളത്. വളരെ കുഞ്ഞു ആശയക്കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. വിശദമായ ചർച്ച പിന്നെ ഉണ്ടാകൂത്രേ. ഈ പ്രാദേശികവാദം ഉയർത്തിപ്പിടിക്കുന്ന ബില്ലിനെ അനുകൂലിച്ച് BJPയും കൂടെയുണ്ട്, സ്വാഭാവികം. പക്ഷെ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർക്കെതിരെ വരുന്ന അഴിമതി ആരോപണങ്ങൾ വേറെ വഴിക്ക് വഴിതിരിച്ചു വിടാനുള്ള നമ്പർ ആണെന്നാണ് പൊതുവിലുള്ള ഒരു വെപ്പ്. ഇങ്ങനെയുള്ള ഈ ബില്ലിനെതിരെ രാജ്യത്ത് ആകമാനം ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. വൻകിട ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോകോൺ സ്ഥാപക കിരൺ മജുംദാർ, ഇൻഫോസിസ് മുൻ CFO മോഹൻദാസ് പൈ തുടങ്ങിയവർ വിവാദ ബില്ലിനെതിരെ രംഗത്തെത്തി. ഇവരെങ്കിലും എത്തിയല്ലോ. ഇങ്ങനെ കർണാടകക്കാർക്ക് മാത്രം ജോലി കൊടുക്കാനുള്ള സ്വജനപക്ഷപാതപരമായ ഈ ബില്ലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളുടെ പ്രവർത്തനം കർണാടകയ്ക്ക് പുറത്തേക്ക് മാറ്റേണ്ടി വരുമെന്ന് IT കമ്പനിയുടെ ദേശീയ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇന്നലെയോ ഒന്നുമല്ല ഈ കർണാടകക്കാർ മലയാളികൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കൊറോണ സമയത്ത് ആശുപത്രിയിൽ പോകാൻ അനുവദിക്കാതെ ബോർഡർ അടച്ചിടുക, ഇവിടുന്ന് ചെല്ലുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് കൂടുതൽ പൈസ വാങ്ങുക, കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫൈൻ ഈടാക്കുക, ഇങ്ങനെയൊക്കെ മുൻപും കാണിച്ചിട്ടുണ്ട്. പക്ഷെ പാവാടയല്ലേ ഇട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളും അങ്ങ് വിട്ടു. എന്നാലും ഈ ചതി നമ്മളോട് വേണ്ടിയിരുന്നില്ല. എന്താ, കർണാടകക്കാർക്ക് മലയാളികളെ ഇഷ്ടല്ലേ?
ലക്ഷക്കണക്കിന് മലയാളികളെ ബാധിക്കുന്ന ഈ ബില്ല് ഇനി എന്താകുമെന്നും എങ്ങനെയാകുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ.